കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അവസാനം ഗത്യന്തരം ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോ ജലജ അബിയുടെ കുഞ്ഞിനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെന്നിട്ടും ജലജയ്ക്ക് അധിക സമയമൊന്നും നിൽക്കാനായിട്ട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് ജലജ പോകാൻ തുടങ്ങിയപ്പോഴത്തേനും അബി പറഞ്ഞു, അമ്മ ഇവിടെ കുറച്ച് സമയം നിൽക്കാൻ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം ജലജ പറഞ്ഞു, പിന്നെ എന്നെ കൊണ്ടാൻ പറ്റില്ല, എനിക്ക് ഈ ഹോസ്പിറ്റലിലെ മണമൊക്കെ പണ്ട് മുതലേ പിടിക്കത്തില്ല, പിന്നെ ഞാനെന്തിനാ നിൽക്കണേ. അല്ലെങ്കിലും ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നിന്റെ ഭാര്യയുടെ വീട്ടുകാരാ അവളെ നോക്കണ്ടേ, അല്ലാതെ ഞാനൊന്നും അല്ലെന്ന് പറയണം. എന്നാലും അതല്ലല്ലോ അമ്മേ, പിന്നെ എന്നാലും എന്ത്, അതെ എന്നെ കൊണ്ട് നിൽക്കാൻ പറ്റില്ലെന്നൊക്കെ പറയണം. ഈ സമയത്ത് നയനയുടെ അടുത്ത് കനക പറഞ്ഞു, അതെ മോൾ ഇനി വേണേ വീട്ടിലേക്ക് പോയിക്കോ, ഞാനിവിടെ ഉണ്ടല്ലോ എന്ന് പറയാം. അല്ലമ്മേ, അമ്മയ്ക്ക് സഹായത്തിനായിട്ട് അതിനിപ്പം ജലജ വന്നിട്ടുണ്ടല്ലോ എന്ന് പറയണം. അതൊന്നും സാരമില്ലമ്മ, ഞാൻ നിൽക്കാന്ന് പറയാം. വേണ്ട, മോള് വീട്ടിലേക്ക് പോയിക്കോളാൻ പറയണം. മോളും കൂടെ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലെന്ന് പറയണം. അങ്ങനെ നയന എന്ത് ചെയ്യണം, നയന വീട്ടിലേക്ക് പോരുവാണ്. ആ സമയത്ത് ദേവേനി മോളുടെ ചന്തമോളുടെ അരിയിലാണ്. ദേവേനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോളെ, ഭയങ്കര കാര്യമാണ് താനും. ചന്തമോൾക്ക് വേണ്ടിയിട്ട് ഓരോ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ചന്തമോൾക്ക് വേണ്ടിയിട്ട് ശ്രീകൃഷ്ണന്റെ കംസന്റെ കഥയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ചന്തമോൾ ആ കഥയൊക്കെ ഭയങ്കര ഉത്സാഹത്തോടു കൂടി കേട്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ കുഞ്ഞു കുഞ്ഞു സംശയങ്ങളൊക്കെ ചോദിക്കും. അതിനെല്ലാം കൃത്യമായിട്ട് ദേവേനെ മറുപടിയും പറഞ്ഞു കൊടുക്കും. ദേവേനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, കാരണം കുഞ്ഞു കുട്ടികളൊന്നും അവിടെ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ദേവേനി പൊന്നുപോലെയാണ് ചന്തമോളെ നോക്കുന്നത്. അങ്ങനെ അവര് കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നയന ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങോട്ടേക്ക് വരുന്നത്. നയനയെ കണ്ടു കഴിഞ്ഞപ്പോൾ ദേവേനി ചോദിച്ചു, എങ്ങനെയുണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട്? കുഴപ്പമില്ല, അമ്മയും കുഞ്ഞുമൊക്കെ സുഖമായിട്ടിരിക്കുന്നു പറയണം. അത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു, എനിക്കൊന്ന് കാണാൻ പോകണമെന്നുണ്ടെന്ന് പറയാം. അതിനെന്താ, ഇനി അമ്മയ്ക്ക് പോവല്ലോ, ഞാൻ മോളെ നോക്കിക്കോളാം, ചന്തമോളുടെ അടുത്ത് ഞാനുണ്ടല്ലോ എന്ന് പറയാം. സാരമില്ല ചന്തമോളെ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി മോളെ. ഇനിയിപ്പോൾ ആരൊക്കെ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞാലും നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയൊന്നും ചന്തമോളെ പറഞ്ഞു വിടില്ല. ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അല്ലെങ്കിലും എന്തിനാ ഈ മോളെ പറഞ്ഞു വിടുന്നത് എന്തിനാന്ന് ചോദിക്കും. പക്ഷെ അറിയാലോ, ആ ജലജയുടെ സ്വഭാവം അറിയാലോ, അവൾക്ക് ചന്തമോള് കണ്ണെടുത്താൽ കാണത്തില്ലെന്ന് പറയണം. അവള് വന്ന വഴി പെട്ടെന്ന് മറക്കുന്നവളാ. അവൾ ഇങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് അവള് വന്നേ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നിൽക്കുന്ന സമയത്ത് അച്ഛൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ, ഇവിടെ വളർത്തി വലുതാക്കി ഇങ്ങനെ കെട്ടിച്ചയക്കുകയൊക്കെ ചെയ്ത അച്ഛനാ ചെയ്തതെന്ന് പറയാം. എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ, ആരോരും ഇല്ലാത്തൊരു കുഞ്ഞിനെ അവള് തള്ളി പറയണേ. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അതെ അപ്പച്ചിയുടെ സ്വഭാവം അറിയാവുന്നതല്ലേ, പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊരു കാര്യമില്ലോ എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേവേന് പറഞ്ഞു, അത് ശരി തന്നെയാ, പക്ഷെ എന്നാലും എങ്ങനെയുണ്ടോ, കുഞ്ഞു കുട്ടികളോട് സാധാരണഗതിയിൽ എല്ലാവരും ഇച്ചിരി സ്നേഹമൊക്കെ കാണിക്കില്ലേ, ഇതെന്തൊരു സ്വഭാവമാന്നൊക്കെ പറയണം. ഈ സമയം നയന പറഞ്ഞു, ഇനി ഞാൻ മോളെ കുറച്ചു നേരം ഞാൻ നോക്കിക്കോളാം, അമ്മ പോയിക്കോളാം പറയണം. അങ്ങനെ നയനെ ചന്തുമോളെ വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് പോവാം. ദേവേനിക്ക് അത് കാഴ്ച കണ്ടപ്പോൾ സന്തോഷമായി, കാരണം നയനയ്ക്ക് കുട്ടികളെയൊക്കെ ഇഷ്ടമെന്നുള്ള കാര്യം അറിയാം. ഒരു പക്ഷേ ഇപ്പൊ ആദർശിന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് അവർക്ക് ഒരു കുഞ്ഞുണ്ടാവുമായിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ പിച്ച് വെച്ച് നടന്നേനോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. ഓടിക്കളിക്കാനുള്ള സമയം ആയേനം. അന്ന് താൻ പക്ഷെ എതിർത്ത് നിന്നു. ഇപ്പോഴതിന്റെ ഒരു വേദനയും വിഷമവും ഒക്കെ മനസ്സിലാക്കുന്നേ. നവ്യയ്ക്കും കുഞ്ഞായി, പക്ഷെ നയനമോൾക്ക് മാത്രം കുഞ്ഞായിട്ടില്ലല്ലോ. അതിൻ്റെതായ ഒരു വിഷമം ചിലപ്പോൾ ഉള്ളിൽ കാണുമായിരിക്കും, പുറത്ത് പറയാത്തായിരിക്കും എന്നൊക്കെ ദേവേനയും മനസ്സിൽ കരുതുവാണ്. ഈ സമയത്ത് ആദർശന് നല്ല ടെൻഷനായിരുന്നു. ആദർശ് കമ്പനിയിൽ പോയിട്ട് ആദർശൻ അതിനൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, എവിടെയോ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്. ഒരു പക്ഷേങ്കിൽ എന്തായിരിക്കും ആ ചതി, താൻ തെറ്റുകാരനാന്ന് മുത്തശ്ശൻ എന്തായാലും വിശ്വസിക്കില്ല, പക്ഷെ അഭി വിശ്വസിക്കുന്നുണ്ട്. അഭി പറഞ്ഞ കാര്യം ഓർത്തു കഴിഞ്ഞപ്പോൾ തന്നെ ആദർശന് ടെൻഷനായി. ആദർശേട്ടന് ആദ്യം കുടുംബത്തിലെ അച്ഛനായെന്നുള്ള കാര്യം അവനിപ്പം വിശ്വസിക്കുന്ന തൻ്റെ മോളാണ് ചന്തു എന്ന് ഓർത്തിരിക്കുന്നത്. പക്ഷെ അതല്ലല്ലോ സത്യാവസ്ഥ. ഇനിയിപ്പോൾ ഇത് പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ, നയനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ പ്രശ്നവും. തൻ്റെ മനസ്സിലിരുന്ന് വിങ്ങുക, മുത്തശ്ശൻ ആരോടും പറയില്ലെന്ന് പറയുകയും ചെയ്തേക്കുക. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ടെൻഷൻ ആദർശനായി. ആരുടെയും പറഞ്ഞില്ലെങ്കിൽ തൻ്റെ ചങ്ക് പൊട്ടിപ്പോകുന്നൊരു ചിന്ത ആദർശനെ മനസ്സിലേക്ക് വരുവാണ്. ആ സമയം കനക എന്ത് ചെയ്യണം, മുറിയിലേക്ക് വരുമ്പോൾ ജലജ എവിടെയുണ്ട്. കനയെ കണ്ടതും ജലജ പറഞ്ഞു, അതെ ഇനിയിപ്പം ഞാനിവിടെ നിൽക്കണില്ല, ഞാൻ അങ്ങോട്ടേക്ക് പോയേക്കോ എന്ന് പറയണം. ആ സമയം അഭി പോയിട്ടുണ്ടായിരുന്നു. അപ്പം നവി പറഞ്ഞു, എങ്ങോട്ട് പോകാൻ, ഇവിടെ കുറച്ച് സമയം നിൽക്കുക, നിങ്ങളുടെ മകന്റെ കുഞ്ഞല്ലേ നിൽക്കും, പിന്നെ എന്നെ കൊണ്ടൊന്നും പറ്റില്ലെന്ന് പറയാം. പറ്റില്ലൊരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പൊ തന്നെ മുത്തശ്ശനെ വിളിക്കാം, മുത്തശ്ശനെ വിളിച്ച് കാരണം സഹിതം പറഞ്ഞു കൊടുക്കാം, എന്താ വേണമെന്ന് ചോദിക്കാം. വേണമെങ്കിൽ ഇനിയിപ്പം കുറവാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ആ വീഡിയോസും കൂടെ കാണിച്ചു കൊടുക്കാന്ന് പറയണം. ഇത് കേട്ടതും ജലജ ഒന്ന് പെട്ടു. ജലജയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ജലജ പറഞ്ഞു, എടി അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട, അതെ എൻ്റെ അമ്മയ്ക്ക് അങ്ങോട്ടേക്ക് ഉണ്ടെന്ന് പോകണമെങ്കിൽ ഇവിടെ ഒരാൾ വേണം, കുറച്ച് സമയം ഇവിടെ നിന്നെന്നോർത്തോണ്ട് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയണം. നിങ്ങളെ മോൻ്റെ കുഞ്ഞല്ലേ, നിനക്ക് എന്താ എന്നോർത്ത് നോക്കിയാല് നിങ്ങൾ വന്നിട്ട് കുഞ്ഞിനെ കൈയും കൊണ്ട് തൊട്ടുപോലും ഇല്ലോ എന്ന് പറയണം. ഇത് കേട്ടും ജലജ പറഞ്ഞു, എനിക്ക് അത്ര കുഞ്ഞു പിള്ളേരെടുക്കാൻ അത്ര വശമൊന്നുമില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ കനക പറഞ്ഞു, അല്ല നിനക്ക് മോനുണ്ടായി കഴിഞ്ഞാൽ അഭി ഉണ്ടായി കഴിഞ്ഞപ്പം നീ പിന്നെ കുഞ്ഞിനെ എടുക്കാതെ എന്താ വായുവിലിട്ടാണോ വളർത്തിയെന്ന് ചോദിക്കുവാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ
ജലജ പറഞ്ഞു, ദേ കനകെ, വെറുതെ എന്നോട് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് പറയണം. പിന്നെ നീ പറഞ്ഞേനാ മറുപടി പറഞ്ഞുള്ളൂ, കുഞ്ഞിനെ എടുക്കാൻ അറിയത്തില്ല പോലും. നിനക്ക് ഒരു മോനുണ്ടായിരുന്നല്ലോ, എന്നിട്ട് നീ ആരോടെ ഇതൊക്കെ പറയണ ജലജെ എന്ന് പറഞ്ഞിട്ട് കനക അവളെ നോക്കി, ജലജേനെ നോക്കി രാക്കി ചിരിയിരിക്കുകയാണ്. ജലജ ശരിക്കും നാണം കെട്ടുപോയി. എന്തേലും പറയാൻ പറ്റുമോ? കനക പിന്നെ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ ഓരോ കാര്യത്തിനും മറുപടി പറയണേ. ഈ സമയത്ത് അഭി ജ്വല്ലറിയിലേക്ക് ചെന്നു. ജ്വല്ലറി ചെന്നപ്പോൾ അഭിക്ക് ടെൻഷനായി. കാരണം മോളിൽ നിന്ന് അന്വേഷണം വരുന്നുണ്ടെന്നുള്ള കാര്യം അഭി അറിഞ്ഞു. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തൻ്റെ കള്ളത്തരം പിടിക്കപ്പെടും. അങ്ങനെ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ, എങ്ങനെയൊന്ന് രക്ഷപ്പെട്ടു വരും. ഇപ്പോഴാണെങ്കിൽ നല്ല സമയമായിരുന്നു. ഒരു ജ്വല്ലറിയുടെ മേൽനോട്ടം എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ കുറച്ച് എളുപ്പമായിരിക്കുന്ന സമയം. ആ സമയത്ത് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ തനിക്കത് താങ്ങാൻ പറ്റില്ല. മിക്കവാറും ഉള്ള ജ്വല്ലറിയുടെ മേൽനോട്ടം കൂടെ പോകും. അതിനു മുമ്പ് ആ കാര്യം എങ്ങനെയൊന്ന് ഒതുക്കി തീർക്കണം. പക്ഷെ എങ്ങനെ തീർക്കാനാ? മുത്തശ്ശനാണെങ്കിലും മുകളിലെ പിടി പിടിച്ചിരിക്കുന്നത്. SIനെ കൊണ്ട് തന്നെ സാധിക്കുമെന്ന് തോന്നില്ല. എന്നാലും അയാളെ ഒന്നുകൂടെ വിളിച്ചു നോക്കാം എന്ന് കരുതിയിട്ട് SIനെ വിളിക്കുകയാണ്. ഈ സമയം SI പറഞ്ഞു, സാറേ, എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു, താൻ എങ്ങനെയായാലും സെറ്റപ്പ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, അന്വേഷണം ഞാൻ മാക്സിമം ഒതുക്കി തീർക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നടക്കുന്നില്ല. സാറിൻ്റെ മുത്തച്ഛന് അതുപോലെ ഒരു പിടിയാ പിടിച്ചിരിക്കുന്നത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയണം. സാറ് നോക്കിയും കണ്ടുമൊക്കെ നിന്നു. എപ്പോഴാ പിടി വീഴുന്ന് പറയാൻ പറ്റില്ല. അറിയാലോ, എനിക്ക് ചെയ്യുന്നതിനൊരു പരിധിയൊക്കെ ഉണ്ടെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം അഭി വല്ലാത്തൊരു ടെൻഷനോട് കൂടിയിട്ടാണ് കോള് കട്ട് ചെയ്യുന്നത്. ഒരു വയസ്സ് ഇത് ഇനിയിപ്പോൾ ആ ചന്തുവിനെ കുറിച്ചുള്ള വിവരങ്ങളെങ്ങാനും പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ താൻ അതോടുകൂടി പുറത്താവുന്നുള്ള കാര്യം ഉറപ്പായി. ഇപ്പം ആദർശനെ തലയെ കെട്ടിവെച്ച് ഇരിക്കുക. ഇനിയിപ്പോൾ എങ്ങാനും വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ, അത് മുത്തശ്ശന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതൊക്കെ ഓർത്ത് വെച്ചപ്പോൾ നല്ലൊരു വിഷമവും കാര്യങ്ങളൊക്കെ അബിയുടെ മനസ്സിലുണ്ടായിരുന്നു. ഈ സമയത്ത് നവ്യയും കനയും കൂടെ സംസാരിക്കുകയാണ്. ജലജ അങ്ങോട്ടേക്ക് പുറത്തു പോയ സമയത്തായിരുന്നു. നവ്യ പറഞ്ഞു, അമ്മേ, എന്താണെങ്കിലും അമ്മേനെ പറഞ്ഞു വിട്ടേരെ. എൻ്റെ അമ്മായിമ്മ ഇടുന്നാൽ ശരിയാകത്തില്ലെന്ന് പറയണം. മിക്കവാറും ഈ കുഞ്ഞിനെ വരെ കൊന്നുകളയാൻ മടിക്കില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ കനക പറഞ്ഞു, ശരിയാ, അവർ നിൽക്കുന്നേക്കാളും നല്ല എനിക്ക് ഇച്ചിരി സമാധാനം ഉണ്ട്. അവരിവിടുന്ന് പോകുവാണെങ്കിൽ അവരുടെ സ്വഭാവം കൊണ്ട് പറയാൻ പറ്റില്ല. ചിലപ്പോൾ മോളോടുള്ള ദേഷ്യത്തിന് ഈ കുഞ്ഞിനോട് ചിലപ്പോൾ ക്രൂരത കാണിച്ചെന്ന് ഇരിക്കുമെന്ന് പറയണം. അത് കേട്ടപ്പോൾ നവ്യ പറഞ്ഞു, അത് ശരിയാ, വയറ്റി വെച്ചോ കൊല്ലാൻ പറ്റിയില്ല. ചിലപ്പോൾ പുറത്ത് വന്നാൽ ചിലപ്പോൾ ഇവർ വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നില്ല. ഇവർക്ക് അങ്ങനെ സെന്റിമെന്റ്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. മോൻ്റെ കുഞ്ഞെന്നൊരു ചിന്തയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ലെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം കനക പറഞ്ഞു, അല്ലെങ്കിൽ അവർക്ക് ഇവിടെ നിൽക്കാൻ ഒട്ടും താല്പര്യമില്ല മോളെ. പിന്നെ ആർക്കാണ്ടോ വേണ്ടി നിൽക്കുന്ന പോലെ നിൽക്കുന്നത്. നീ ഭീഷണിപ്പെടുത്തിയോണ്ട് മാത്രമാണെന്ന് പറയണം. അത് സാരമില്ലമ്മേ, അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ അവർക്കിട്ട് നല്ല പണി തന്നെ കൊടുത്തോളാം. അനന്തപുരി ചെന്ന് കഴിയുമ്പോൾ അവരെ ഇട്ട് ഞാൻ എണ്ണ വരപ്പിച്ചോളാം. ആ കാര്യം ഓർത്ത് അമ്മ വിഷമിക്കുമൊന്നും വേണ്ടെന്ന് പറയണം. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് നന്ദുവിൻ്റെ മനസ്സിൽ നല്ല ടെൻഷനുണ്ട്. നന്ദുവിനാണെങ്കിൽ വീട്ടിലേക്ക് പോകണം, കുഞ്ഞിനെ കാണണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ പറ്റില്ലല്ലോ. പോരാത്തതിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ട്രെയിനറാ വരുന്നതെന്ന് അറിയാൻ കഴിഞ്ഞ് അയാൾ ഇനി വരുമ്പോൾ എന്തായി തീരുമോ എന്നൊരു ചിന്തയും കൂടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ നന്ദു ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്ദുവിൻ്റെ കൂട്ടുകാരെ ഇങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് ചോദിച്ചു, അല്ല നീ ഇതെന്തെടുക്കുക, പുതിയ ട്രെയിനർ വന്നിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞെന്ന് പറയണേ. വന്നോന്ന് ചോദിക്കും. പിന്നെ വന്നോന്നോ, ഇന്ന് മുതൽ നമുക്ക് പുതിയ ട്രെയിനറാന്ന് പറയണം. അതെ, നിനക്ക് പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയും. എന്തിന്? അല്ല, നിനക്ക് എല്ലാ കാര്യങ്ങളൊക്കെ അറിയാലോ, നീ അല്ലേ ഇവിടുത്തെ ബെസ്റ്റ് ട്രെയിനിങ് എന്ന് പറയണം. അതൊക്കെ പറയും. അയാൾ വന്നു കഴിയുമ്പോൾ ഇനി എന്താ പറയാൻ പോകുന്ന അറിയത്തില്ല എന്നൊക്കെ പറയണം. അങ്ങനെ നന്ദുവിൻ്റെ കൂട്ടുകാരി അവരെല്ലാം കൂടെ ട്രെയിനിങ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്രെയിനിങ് തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേനും അയാൾ വന്നു. അയാൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും ഒരു ടെൻഷൻ കാര്യങ്ങളും ഉണ്ട്. ഇയാളെക്കുറിച്ച് അത്ര നല്ല രീതിയിലൊന്നുമല്ല കേട്ടിരിക്കുന്നത്. ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അങ്ങനെ ഒരു സ്വഭാവമൊക്കെയാണ്, ഭയങ്കര മുരടാണെന്നൊക്കെ അറിഞ്ഞ്. അപ്പോൾ അയാൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഫുള്ള് സൈലൻ്റ് ആയി. പിന്നീട് അയാൾ ആദ്യം വന്നപ്പോൾ തന്നെ പറഞ്ഞു, അതെനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ പറഞ്ഞു വിടും. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻട്രഡക്ഷൻ തന്നെ കൊടുക്കുകയാണ്. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം നന്ദുവിന് നല്ല ടെൻഷനൊക്കെ ഉണ്ട്. കാര്യം എത്രയൊക്കെയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും എവിടെയെങ്കിലും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇയാളുടെ സ്വഭാവത്തിന് ഇയാൾ എന്താ കാണിക്കുന്നത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കടുത്ത ശിക്ഷ തന്നെ കിട്ടുമായിരിക്കും. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷെ നന്ദുവിനെ ഓർത്തു, എന്തിനാ ടെൻഷൻ അടിക്കണേ, അതിന് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, നല്ല രീതിയിൽ തന്നെ ട്രെയിനിങ് പൂർത്തിയാക്കണം, പിന്നെ എന്താ കുഴപ്പമിരിക്കണേ എന്നൊക്കെ ഓർത്തുകൊണ്ട് നന്ദു ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് ആദർശ് വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കുന്നു ജ്വല്ലറിയിൽ. ഇനിയിപ്പം നായന് കാര്യങ്ങളൊക്കെ അറിഞ്ഞാലോ, ഒരു പക്ഷേ അഭി എങ്ങാനും ആരുടെയും പറഞ്ഞിട്ടുണ്ട്, തീർന്നു. അതോട് കൂടിയിട്ട് വീട്ടിലെല്ലാവരും അറിയും. അങ്ങനെ അറിഞ്ഞിട്ടുണ്ട് എന്താ സംഭവിക്കുന്നതൊക്കെ ഓർത്തിട്ട് ആദർശ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ആദർശ് വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ അതിന് ചോദിച്ചു, എന്താ ആദർശിട്ടാ മുഖത്തൊരു വല്ലാത്തൊരു വിഷമം എന്താന്ന് ചോദിക്കേ. ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം ചന്തുമോള് മുറിയിലുണ്ടായിരുന്നു. നയന പറഞ്ഞു, അതെ ചന്തുമോള് നമ്മുടെ കൂടെ കിടക്കണേന്ന് പറഞ്ഞു. നമ്മുടെ കൂടെയോ? അതെ, ഇവിടെ കിടക്കാന്ന് പറഞ്ഞുകൊണ്ട് ചന്തുമോള് വന്നേന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ആദർശ് പറഞ്ഞു, അല്ല അതിന്
മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിക്കും. അല്ല, ചന്തുമോൾ ഇവിടെ കിടക്കുന്ന പറഞ്ഞുകൊണ്ടാന്ന് പറയാണ്. ഈ സമയം ആദർശം അതിന്റെ ആവശ്യമുണ്ടെന്ന് എന്നെ നിൽക്കും. അവളുടെ ആഗ്രഹമല്ലേ ഒരു ദിവസം നമ്മുടെ കൂടെ കിടക്കട്ടെ എന്ന് പറയാണ്. പിന്നീട് ആദർശം ഒന്നും പറയാൻ പോയില്ല. അങ്ങനെ രാത്രി കിടന്നു കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് രാത്രി സ്വപ്നം കാണുവാണ്. കാരണം ആദർശിന്റെ മനസ്സിൽ ടെൻഷൻ ഉണ്ടല്ലോ, വീട്ടിൽ അറിഞ്ഞിട്ടുണ്ട്, അമ്മ അറിഞ്ഞിട്ടുണ്ട് എന്താവുമെന്ന്. മുത്തശ്ശനും മുത്തശ്ശിക്ക് ഇരിക്കുന്ന സമയത്ത് തന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചന്തുമോള് തൻ്റെ മോളാന്നുള്ളൊക്കെയുള്ള കാര്യം അമ്മ അറിയുവാണ്. അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോഴത്തേ ദേവേനെ അമ്മ തൻ്റെ കർണം അടിച്ച് പൊട്ടിക്കുന്നത് ആ ഒരു സ്വപ്നം കണ്ടു കഴിയുമ്പോഴത്തേന് ആദർശ് ഞെട്ടി വിളിച്ചുകൊണ്ട് ചാടി എഴുന്നേക്കുവാണ്. പെട്ടെന്ന് നയനും ഉണർന്നു. എന്താ ആദർശേട്ടാ, എന്താന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ലാന്ന് പറയണേ. ആദർശിന് എന്ത് പറയണമെന്ന് അറിയത്തില്ല. കാരണം കണ്ടത് സ്വപ്നമാണ്. അമ്മ അറിഞ്ഞിട്ടുണ്ട് സംഭവിക്കാൻ പോകുന്ന ഇതൊക്കെ തന്നെയാന്നുള്ള കാര്യം ആദർശിന് മനസ്സിലായി. അപ്പൊ എന്ത് ചെയ്യണോ ഇനിയിപ്പം, നയനോടെങ്കിലും തുറന്നു പറയണോ എന്നറിയത്തില്ലാത്ത വല്ലാത്തൊരു വിഷമത്തിൽ ആദർശ് ഇരിക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.